കളിച്ച് മതിയായോ? കഥ കേൾക്കാൻ ഇഷ്ടായോ? ശരിട്ടാ, അമ്മതാ വരുന്നു. കഥ കേൾക്കണോ? കളിച്ചു കൊടുത്തു. കഥ കേൾക്കുന്ന ക്ഷീണമാവട്ടെ. അപ്പോഴേ ഇതിപ്പോ ക്രിസ്മസ് കാലല്ലേ, നമുക്ക് ക്രിസ്മസിന്റെ ഒരു കഥ പറഞ്ഞാലോ? ഒരിടത്ത് നിങ്ങളെപ്പോലെ നല്ല മിടുക്കരായ 3 കുട്ടികളുണ്ടായിരുന്നു. എത്ര പേരുണ്ടായിരുന്നു? 3 കുട്ടികളുണ്ടായിരുന്നു. അവരുടെ പേരെന്താണെന്നറിയോ? ചിന്നു, പൊന്നു, കണ്ണൻ. അപ്പൊ ഇവര് 3 പേരും കൂടി നല്ല കുട്ടികളായിരുന്നു കേട്ടോ. അവര് നിങ്ങളെപ്പോലെ തന്നെയായിരുന്നേ. അങ്ങനെ ഇവര് 3 പേരും കൂടി ഒരു ക്രിസ്മസ് കാലത്ത് കുറേ സമ്മാനങ്ങളൊക്കെ ആയിട്ട് അവരെവിടെ കാണാൻ പോയി? ഉണ്ണീശോനെ കാണാൻ. എവിടേക്കാ പോയത്? ബെത്ലഹേമിൽ ഉണ്ണീശോ ജനിച്ചെടുത്തിട്ട് ഉണ്ണീശോയ്ക്ക് സമ്മാനങ്ങളൊക്കെ എടുത്തു. എന്തൊക്കെ സമ്മാനങ്ങളാണ് കൊണ്ടുപോയെന്നറിയോ? കമ്പിളിപ്പുതപ്പ്, കുഞ്ഞുടുപ്പ്, പിന്നെ തൊപ്പി, സോക്സുകള്, കളിപ്പാട്ടങ്ങള്, ഇതൊക്കെ ആയിട്ടാണ് അവർ കുഞ്ഞുണ്ണീശോയെ കാണാൻ പോയത്. ഈ സമ്മാനങ്ങളൊക്കെയായി അവരങ്ങനെ നടന്നു പോകുമ്പോൾ വഴിയിൽ വെച്ച് അവരൊരു അമ്മാമ്മയെ കണ്ടു. തണുത്തു വിറച്ചിരിക്കുന്ന അമ്മാമ്മയെ കണ്ട് അവർക്ക് പാവം തോന്നി. അവരുടെ കയ്യിലുള്ള കമ്പിളി പുതപ്പെടുത്ത് അവരെ പുതപ്പിച്ചു. അമ്മാമ്മ ആ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് യാത്രയാക്കി. കുട്ടികൾ അങ്ങനെ വീണ്ടും യാത്ര തുടർന്നു. കുറച്ചു ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഏതാനും കുട്ടികൾ കളിക്കുന്നത് കാണാനിടയായി. അവിടെ ഭംഗിയുള്ള ഉടുപ്പോ കളിപ്പാട്ടങ്ങളോ ഒന്നുമില്ലാതെ വിഷമിച്ച് നിൽക്കുന്ന കുറച്ചു കുട്ടികളെ അവർ കണ്ടു. അവർ ഉണ്ണീശോയ്ക്കായി കരുതിയ സമ്മാനങ്ങൾ അവർക്ക് വേണ്ടി കൊടുത്തു. തൊപ്പിയും സോക്സുകളും ഉടുപ്പും കളിപ്പാട്ടങ്ങളുമെല്ലാം ആ കുട്ടികൾക്ക് നൽകി. ആ കുഞ്ഞുങ്ങളുടെ മുഖത്തെ സന്തോഷം അവരെ ആനന്ദിപ്പിച്ചു. കുട്ടികൾക്ക് ക്രിസ്തുമസ് ആശംസകൾ അറിയിച്ച് അവരോട് യാത്ര പറഞ്ഞ് അവർ വീണ്ടും നടന്നു. കുറെ ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. ഉണ്ണീശോയ്ക്കായി തങ്ങൾ കരുതിയ സമ്മാനങ്ങളൊന്നും ഇപ്പോഴില്ല. സാരമില്ല, ഉണ്ണീശോയെ കാണാമല്ലോ എന്ന് കരുതി അവർ നടന്നു. പുൽക്കൂട്ടിലെത്തിയ കുട്ടികൾക്ക് തങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവർ ഉണ്ണീശോയ്ക്കായി കരുതിയ സമ്മാനങ്ങളെല്ലാം പുൽത്തൊട്ടിയിലെത്തിയിരിക്കുന്നു. അവർ അമ്മാമ്മയ്ക്ക് കൊടുത്ത കമ്പിളിപ്പുതപ്പ് വിരിച്ച് കുട്ടികൾക്ക് കൊടുത്ത ഉടുപ്പും തൊപ്പിയും സോക്സും ഒക്കെ അണിഞ്ഞ് കിടക്കുന്ന ഉണ്ണീശോയെ കണ്ട് അവർക്ക് സന്തോഷം അടക്കാൻ കഴിഞ്ഞില്ല. യൗസേപ്പിതാവിനെയും മാതാവിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ഉണ്ണിയെയും കണ്ട് അവർ സന്തോഷത്തോടെ യാത്രയായി. ആരും ഇഷ്ടപ്പെട്ടതില് കഥയില് ചിന്നുവിനെയാണോ? അങ്ങനെ ഇഷ്ടപ്പെട്ടെ? കുഞ്ഞാവയ്ക്കോ? ആരിഷ്ടപ്പെട്ട പേരോ? അവരെ ആ കഥയിൽ എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് മനസ്സിലായില്ല? കേട്ടോ, അവിടെ നമ്മൾ ആ വയസ്സുള്ള അമ്മാമയ്ക്ക് ഒരു കമ്പിളിപ്പുതപ്പ് കൊടുത്തില്ല. അപ്പോൾ ആ കമ്പിളിപ്പുതപ്പ് എവിടെ ഇരിക്കുന്ന കണ്ടേ? ആ ഉണ്ണീശോനെ കണ്ടപ്പോ ഉണ്ണീശോ ആ കമ്പിളിപ്പുതപ്പ് കുറച്ച് കിടക്കും. പിന്നെയോ ആ കുഞ്ഞുടുപ്പ് ഉണ്ണീശോ ഇട്ടിരിക്കും. പിന്നെയോ ആ സോക്സും തൊപ്പി ഒക്കെ എല്ലാം ഉണ്ണീശോയുടെ കയ്യിലുണ്ട്. അപ്പൊ എങ്ങനെ ഇവര് റോട്ടില് കണ്ട ആളുകൾക്ക് കൊടുത്തതൊക്കെ എങ്ങനെ ഉണ്ണീശോയുടെ കയ്യിലെത്തി? കളിപ്പാട്ടങ്ങളും ഉണ്ണീശോയുടെ അടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെന്തായിരിക്കും കാരണം? എല്ലാം കൊടുക്കുക അല്ലേ? അപ്പൊ നമ്മള് ഇങ്ങനെ കാര്യങ്ങൾ നമ്മുടെ കൂടെ കളിക്കുന്ന കുഞ്ഞു കൂട്ടുകാര്, നമ്മൾ വഴിയിൽ കാണുന്ന പാവപ്പെട്ട ആൾക്കാർക്കൊക്കെ നമ്മൾ കൊച്ചു സഹായങ്ങൾ ചെയ്യുമ്പോൾ അത് ആർക്കാ ശരിക്കും കിട്ടണേ? ഈശോയ്ക്കാണ് നമ്മൾ കൊടുക്കണം.
കേട്ടാ. അപ്പൊ കുഞ്ഞിന്റെ കൂടെ കളിക്കുന്ന നമ്മുടെ ആ വീട്ടിലെ കുഞ്ഞില്ലേ, ആ കുട്ടിക്ക് നമ്മൾ കളിപ്പാട്ടം കൊടുക്കുമ്പോ ആർക്ക് കൊടുക്കണേ? അപ്പൊ ഇനി നമ്മള് കളിപ്പാട്ടം കൊടുക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തല്ലു കൂടുവോ? നല്ല കുട്ടികളായിരിക്കില്ലേ? ചിന്നൂനെയും പൊന്നൂനെയും കണ്ണനെയൊക്കെ പോലെ എല്ലാവർക്കും പങ്കുവെച്ച് കൊടുക്കുന്ന ഉണ്ണീശോയുടെ കുട്ടികളാവണം അമ്മയുടെ മക്കൾ. നല്ല കുട്ടികളാവില്ലേ? അപ്പൊ ഇനി മക്കൾ പോയി കളിച്ച് അമ്മയ്ക്ക് കുറേ പണിയുണ്ട് ചെയ്യാൻ. ഉണ്ണീനെ നോക്കണം കേട്ടാ, രണ്ട് നോക്കണം പോയി. Yes.